സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. അതൊരു 2007 2 മാർക്ക് ക്വസ്റ്റ്യനാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഗേറ്റിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ഒറ്റ സ്റ്റെപ്പ് എഴുതാതെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇതിൽ കുറച്ച് ഇമാജിനേറ്റീവ് സ്കിൽസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ കൺസെപ്റ്റ് നല്ല ഡെപ്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഗേറ്റിൽ മാത്രമേ കൂടുതൽ കാണാൻ ചാൻസ് ഉള്ളൂ. ഇത് നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് x1 x2 xm ആർ m നോൺ സീറോ ഓർത്തോഗണൽ വെക്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് x1 x2 xm എന്ന് പറയുന്ന ഒരു അപ് ടു xm വരെ നമുക്ക് ഓർത്തോഗണലായിട്ടുള്ള വെക്റ്റേഴ്സ് ഉണ്ട്. ഇവർ നോൺ സീറോ അല്ല, അതായത് സീറോ അല്ല. അപ്പോൾ അതിന് ഓർത്തോഗണൽ വെക്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി എന്താണ്, ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇൻഡയറക്റ്റ് ആയിട്ട് അത് ഇൻഡിപെൻഡൻ്റ് എന്നുകൂടെ മീനിങ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഓർത്തോഗണൽ ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഓർത്തോഗണൽ എന്ന് പറയുമ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രീസ് ആണ്. ഓക്കെ, അവരുടെ സ്കെയിലാർ പ്രോഡക്റ്റ് x1 ഡോട്ട് x2 എന്ന് പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടും. സ്കെയിലാർ പ്രോഡക്റ്റ് 0, അല്ലെങ്കിൽ x1 ഡോട്ട് x2 ട്രാൻസ്പോസ് ചെയ്താൽ നമുക്ക് I എന്ന് പറഞ്ഞ മാട്രിക്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ദ ഡയമെൻഷൻ ഓഫ് ദ വെക്റ്റർ സ്പേസ് സ്പാൻഡ് ബൈ ദ 2m വെക്റ്റേഴ്സ് x1 x2 xm മൈനസ് x1 x2 അപ് ടു x മൈനസ് xm. അതായത് ഈ x1 x2 xm എന്ന് പറഞ്ഞ വെക്റ്റേഴ്സ് കിടക്കുന്ന ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിന് എത്ര ഡയമെൻഷൻസ് ഉണ്ടാവും എന്നാണ് അവർ ചോദിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അവർ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ടേംസ് കൂടെ ഇട്ടിട്ടുണ്ട്. അതായത് ഈ x1 x2 എന്ന് പറയുന്ന ഇത്രയും വെക്റ്റേഴ്സും കൂടെ ഈ സ്പേസ് സ്പാൻ ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു സ്പേസിൽ ഈ x1 x2 xm മൈനസ് x1 മൈനസ് x2 അപ് ടു മൈനസ് xm എന്ന് പറഞ്ഞ വെക്റ്റേഴ്സിനെ ഈ സ്പേസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്പേസ് എത്ര ഡയമെൻഷൻ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റിലെ ഏർലിയർ വീഡിയോസിൽ ഞാൻ ഒരു ആനിമേഷനെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ച ഒരു വീഡിയോ ഉണ്ട്. അത് കണ്ടു നോക്കുക. അത് എൻ്റെ പരിമിതികളുണ്ട്, ഞാൻ പറ്റുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്കത് ആ വീഡിയോ ഒന്നുകൂടെ റീമേക്ക് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ സപ്പോസ് നമുക്കൊരു 2 ഡയമെൻഷണൽ പ്ലെയിൻ എടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഒരു 2 ഡയമെൻഷൻ, അതായത് പോസിറ്റീവ് എക്സും പോസിറ്റീവ് വൈയും. ഇതിൽ എക്സ് വെക്ടറും വൈ വെക്ടറും എന്ന് പറയുന്നത് ഓർത്തോഗണലാണ്, കാരണം അവർ 90 ഡിഗ്രിയാണ്. ഓക്കെ, ഈ എക്സ് വെക്ടറും വൈ വെക്ടറും ഉപയോഗിച്ച് നമുക്ക് 2D സ്പേസിലുള്ള എല്ലാ വെക്ടറിനെയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ എക്സ് വെക്ടറും വൈ വെക്ടറും എന്ന് പറയുന്ന 2 ഓർത്തോഗണൽ വെക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു 2D സ്പേസ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് എക്സ് വെക്ടർ വൈ വെക്ടർ ഇസഡ് വെക്ടർ എന്ന് പറഞ്ഞാൽ 3 ഓർത്തോഗണലായിട്ടുള്ള വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 3D സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. 3D സ്പേസിലുള്ള ഏത് വെക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ x1 x2 അപ് ടു xm എന്ന് പറയുന്ന ഓർത്തോഗണലായിട്ടുള്ള എം ഓർത്തോഗണൽ വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആ വെക്ടേഴ്സ് കിടക്കുന്ന സ്പേസ് എന്തായിരിക്കും, മിനിമം എം ഡയമെൻഷനലായിരിക്കുമല്ലോ, എം ഡയമെൻഷനായിരിക്കും. ഓക്കെ, കാരണം x1 x2 xm എന്ന് പറഞ്ഞാൽ ആൾറെഡി ഓർത്തോഗണലാണ്. അപ്പോൾ ഓർത്തോഗണൽ നമ്പർ ഓഫ് ഓർത്തോഗണൽ വെക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എം ഡയമെൻഷനിലായിരിക്കും. അത് നമുക്കിവിടെ 2 ഓർത്തോഗണൽ വെക്റ്റേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ അതായത് 2 ഡയമെൻഷനിലാണ്, ആ സ്പേസ് 2D സ്പേസ് ആണ്. 3 ഓർത്തോഗണൽ വെക്റ്റേഴ്സ് ഉണ്ടായിരുന്നപ്പം ആ വെക്റ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്പേസ് 3 ഡയമെൻഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ എം എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ എം ഡയമെൻഷനിലായിരിക്കും. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ആൾ 4 എൻട്രീസ് ഓഫ് എ 2x2 മാട്രിക്സ്, ഒരു 2x2 മാട്രിക്സ് തന്നിട്ടുണ്ട്, ആർ നോൺ സീറോ ആൻഡ് വൺ ഓഫ് ദ ഈഗൻ വാല്യൂസ് ഈസ് 0. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ? അപ്പോൾ ഇതൊരു ഈഗൻ വാല്യൂസിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതൊരു 2x2 മാട്രിക്സ് തന്നിട്ടുണ്ട്. ആൾ ദ 4 എൻട്രീസ് ഓഫ് എ 2x2 മാട്രിക്സ് ആർ നോൺ സീറോ. അപ്പോൾ P1 ഈ എലമെൻറ്റ്സ് എല്ലാം നോൺ സീറോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ഈഗൻ വാല്യൂസ് 0. അപ്പോൾ നമ്മളിപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ച് ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇത് 2x2 മാട്രിക്സ് ആണല്ലോ. 2x2 മാട്രിക്സ് ആകുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി 2 ലാംഡാസ് ഉണ്ടാവും. അപ്പം ഒരു ലാംഡ 0 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ P11 P22 മൈനസ് P12 P21 തന്നിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു ഓപ്ഷൻസ് എല്ലാം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാറ്റേൺ പിടികിട്ടണമെന്ന് പറഞ്ഞാൽ ഇതിൽ ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നതെല്ലാം ഡിറ്റർമിനൻ്റാണ്. ഓക്കെ, ഡയഗണൽ എലമെൻറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനെ ആഡ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ചെയ്തു നോക്കുമ്പോൾ അപ്പോൾ ഇത് എയ്ഗൻ വാല്യൂസിൻ്റെ കൺസെപ്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഓഫ് എയ്ഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റർമിനൻ്റ് വാല്യൂ ഓഫ് മാട്രിക്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഡിറ്റർമിനൻ്റ് എടുത്താൽ P11 P22 മൈനസ് P12 P21 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഈഗൻ വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ ഡിറ്റർമിനൻ്റ് എന്ത് ചെയ്യും? 0 ആയിട്ട് തന്നെ വരും. അപ്പം P11 P22 മൈനസ് P21 P12 P21 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 0 ആൻസർ ആയിട്ട് കിട്ടണം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ആൻസർ. ഓക്കെ, ജസ്റ്റ് റിസൾട്ട് ബേസ്ഡ് ആണ് എല്ലാ ക്വസ്റ്റ്യൻസും. അറ്റ്ലീസ്റ്റ് ഒരു 95% ക്വസ്റ്റ്യൻസും റിസൾട്ട് ബേസ്ഡ് ആയിരിക്കും വരുന്നത് മാത്സിൽ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫെയർലി സ്ട്രേറ്റ് ഫോർവേഡാണ്. അതായത് നമുക്കൊരു 2 ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. നോൺ ഹോമോജനസ് ആണ് ഒബ്വിയസ്ലി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവർക്ക് ഇനി യുണീക്ക് സൊല്യൂഷൻ ആണോ നോ സൊല്യൂഷൻ ആണോ? നമ്മുടെ ബേസിക് സിസ്റ്റം ഓഫ് ലീനിയർ നോൺ ഹോമോജനസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ നമ്മൾ പഠിച്ചതാണ്, നമ്മുടെ പ്ലേലിസ്റ്റിൽ കണ്ടതാണ്. അത് റെഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബേസിക്കലി 4x + 2y = 7, 2x + y = 6. എനിക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഗേറ്റിന് നിങ്ങൾക്ക് 3 hours സമയമുണ്ട്, ധാരാളം സമയമുണ്ട്. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യണമെന്നില്ല, പക്ഷേ ചെയ്യുന്ന ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റെപ്പ് എഴുതി നിങ്ങൾക്ക് തെറ്റുമെന്നുള്ള പേടിയുണ്ടെങ്കിൽ സ്റ്റെപ്പ് എഴുതി ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒട്ടും സമയം വേസ്റ്റ് ആകത്തില്ല. ഓക്കെ, അതുകൊണ്ട് ചിലർ ഫാസ്റ്റായിട്ട് ചെയ്യുന്നത് കാണുമായിരിക്കും, പക്ഷേ നിങ്ങളത് കണ്ടിട്ട് പേടിക്കേണ്ട. നിങ്ങൾ സ്റ്റെപ്പ് എഴുതി തന്നെ ചെയ്താൽ 3 hours എന്ന് പറയുന്നത് ധാരാളം ഉണ്ടാകും. അപ്പോൾ നമുക്ക് AX = B എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ എഴുതാം. അപ്പം മാട്രിക്സ് A എന്ന് പറയുന്നത് 2 4 2 2 1 XY X എന്ന് പറഞ്ഞ മാട്രിക്സ്, B എന്ന് പറഞ്ഞ മാട്രിക്സ് 7 6. ഓക്കെ, 7 6. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം? ഓഗ്മെൻറ്റഡ് മാട്രിക്സ് AB, ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ഫോം ചെയ്യുക. 4 2 2 1 7 6. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യണം? ഇതിനെ എച്ചിലോൺ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ്. എന്ത് ചെയ്യണം? നമ്മൾ എന്തിനാണ്? റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. റാങ്ക് കണ്ടുപിടിക്കാനുള്ള ഫണ്ടമെൻ്റൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എച്ചിലോൺ ഫോർമാറ്റിലേക്ക് മാറ്റുക എന്നുള്ളത്. അപ്പം എച്ചിലോൺ ഫോർമാറ്റിലെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ 0 റോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും താഴത്തെ റോ ആക്കി മാറ്റുക. പിന്നെ നമ്മുടെ ലീഡിങ് നോൺ സീറോ വാല്യൂവിനനുസരിച്ച് നമ്മൾ റോസിനെ അറേഞ്ച് ചെയ്യുക. ഇവിടെ സീറോ റോസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്കൻഡ് റോയിൽ ലീഡിങ് നോൺ സീറോ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ അതേ പൊസിഷനിൽ ഫസ്റ്റ് റോയിൽ വാല്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 2നെ നമ്മൾ കൺവേർട്ട് 0 ചെയ്യണം. ഓക്കെ, ചേഞ്ച് ടു. അപ്പം R2 ചേഞ്ചസ് ടു R2 R1. അപ്പോൾ നമുക്കിവിടെ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇത്രയുള്ള നമ്മൾ എ എന്ന് പറയാൻ പറ്റും. അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് 1, റാങ്ക് ഓഫ് എ ഓഗ്മെൻറ്റ് ബി എന്ന് പറയുന്നത് 2 ആണ് കിട്ടിയത്. അപ്പോൾ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഡിഫറെൻ്റ് ആണ് അല്ലേ? റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ഓഗ്മെൻറ്റ് ബി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പം നോ സൊല്യൂഷനാണ് ആൻസർ. എയ്ഗൻ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ് മാട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് മാട്രിക്സ് തന്നിട്ടുണ്ട്. ആ മാട്രിക്സിൻ്റെ എയ്ഗൻ വാല്യൂസ് എന്തൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 3/3 മാട്രിക്സിനെ A - λ ആയി കണ്ടുപിടിച്ച് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ച് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് റിസൾട്ട് അറിയാമെങ്കിൽ നമ്മൾ ഓപ്ഷനിൽ നിന്ന് ഈ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഈഗൻ വാല്യൂസ്, അതായത് λ1 + λ, നമുക്കിവിടെ 3/3 മാട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് തേർഡ് ഓർഡർ ആയിട്ടുള്ള ഒരു തേർഡ് ഡിഗ്രി ആയിട്ടുള്ള ഒരു പോളിനോമിയലായിരിക്കും കിട്ടുക. നമ്മൾ 3 സൊല്യൂഷൻ ഉണ്ടാകും. അപ്പോൾ λ1 λ2 λ3 ഉണ്ടാവില്ല. അപ്പോൾ ഇവരുടെ സം എന്തരായിരിക്കും? = സം ഓഫ് മെയിൻ ഡയഗണൽസ് ആണെന്ന് നമ്മൾ റിസൾട്ട്സിൽ കണ്ടുല്ലേ. മെയിൻ ഡയഗണൽസ് സം ഓഫ് മെയിൻ ഡയഗണൽസ് ആണെന്ന് കണ്ടു. അപ്പോൾ അതേപോലെ ഇതൊരു റിയൽ മാട്രിക്സ് ആണ് അല്ലേ? ഇതൊരു റിയൽ മാട്രിക്സ് ആണ്. ഫോർ
റിയൽ മെട്രിക്സ് ഫോർ റിയൽ മെട്രിക്സുകൾക്ക് ഇവരുടെ ലാംഡ വാല്യൂസ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഐദർ റിയൽ ഓർ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ അവർ റിയൽ വാല്യൂസ് ആയിരിക്കും, അവരുടെ ലാംഡ വാല്യൂസ് എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും, അല്ലെങ്കിൽ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആയിരിക്കും. അപ്പോൾ λ1 + λ2 + λ3 ആ സ്റ്റെപ്പ് നമുക്ക് ആദ്യം നോക്കാം. അതായത് ഈ ഒരു കണ്ടീഷൻ. അപ്പം മെയിൻ ഡയഗണൽസിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ -1 + -1 + 3 ഇതാണല്ലോ നമ്മൾ മെയിൻ ഡയഗണൽസ്. -2 + 3 അപ്പം 1. സമ്മ് 1 വരുന്ന ഓപ്ഷൻസിനകത്ത് നമുക്ക് നോക്കി നോക്കാം. അപ്പം 3 + 5j 6 - 5j. അപ്പോൾ 3 + 3 6, 6 + 6 12, 12 - 1 4. അപ്പോൾ 12 ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ 12 - 4j എന്ന് പറഞ്ഞ് വരും. 12 + 4j ആണ് വരുന്നത്. അപ്പം ഇവരുടെ സം ഒരിക്കലും 1 വരത്തില്ല. ഇപ്പോൾ സെക്കൻഡ് കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 - j 3 + j, j ക്യാൻസലായി. 3 + 3 6, 6 - 6 0. അപ്പോൾ അതുമല്ല. അപ്പോൾ തേർഡ് കേസ് എടുത്തു കഴിഞ്ഞാൽ 3 + 3 6, j ക്യാൻസലായി. 3 + 3 6, j ക്യാൻസലായി. 5 + j 6 + 6 + 5 11. അതുമല്ല. അടുത്ത തേർഡ് കേസ് എടുത്തു കഴിഞ്ഞാൽ 3 + -1 + 3j -1 - 3j. വൃത്തിയായിട്ട് എഴുതാം. ഓക്കെ. അപ്പം 3j ക്യാൻസൽ ആയിപ്പോയി. 3 + -1 - 1 3 - 2 അതായത് 1. ഓക്കെ. അപ്പം സമ്മ് ഇത് തേർഡ് കേസിൽ 1 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ റിയൽ മെട്രിക്സിൻ്റെ രണ്ടാമത്തെ ഈ ഒരു കേസാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ ഈ തേർഡ് കേസിൽ നമ്മൾ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 - 1 + 3j -1 - 3j. ഓക്കെ. ഇവർ എന്താണ് കോംപ്ലക്സ് കോഞ്ചുഗേറ്റുകളാണ് അല്ലേ. അതായത് ഇമാജിനറി പാർട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ. ബാക്കി എല്ലാ ഏരിയാസും സെയിം ആണ്. ഓക്കെ. ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസുമാണ് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ കോംപ്ലക്സ് കോഞ്ചുഗേറ്റിൻ്റെ കൺസെപ്റ്റ് ലേറ്റർ കോംപ്ലക്സ് വേരിയബിൾസിൻ്റെ ചാപ്റ്റർ എടുക്കുമ്പോഴത്തേക്കും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആയിട്ടാണ് നമ്മൾ ലാംഡ വാല്യൂസ് വന്നത്. അതേപോലെ ഇതിന് ശേഷമുള്ള വാല്യൂസ് എന്താണ് റിയൽ ആയിട്ടാണ് വന്നത്. ഒരെണ്ണം റിയൽ ആയിട്ടും ബാക്കി രണ്ടെണ്ണവും കോംപ്ലക്സ് കോഞ്ചുഗേറ്റും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തേർഡ് ഓപ്ഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് ആൻസറായിട്ട് മാർക്ക് ചെയ്യാം. അടുത്ത നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ സ്ട്രെയിറ്റ് ഒരു റിസൾട്ടിൻ്റെ ക്വസ്റ്റ്യനാണ്. അതായത് ഈഗൻ വാല്യൂസ് ഓഫ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആർ ഒബിയസ്ലി നമ്മളെ റിസൾട്ട്സിൽ സ്ക്യൂ സിമെട്രിക് മാട്രിക്സിൻ്റെ സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് എന്ന് പറയുന്നത് A ട്രാൻസ്പോസ് = -A. അവരുടെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ അത് പ്യുവർലി ഇമാജിനറി ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, നോൺ ഹോമോജനസ് ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് നോ സൊല്യൂഷൻ വരാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ലാംഡാസ് ടേക്ക് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ലാംഡ വാല്യൂസിനാണ് ഇവർക്ക് നോ സൊല്യൂഷൻ വരുന്നത്. ഇവിടെ ലാംഡ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈഗൻ വാല്യൂ അല്ല, അത് മനസ്സിലാക്കുക. ലാംഡ എന്ന് പറയുന്നത് ഇത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഒരു അൺനോൺ ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. AX = B ഫോർമാറ്റിലേക്ക് ആക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി എ എക്സ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ ഫോർമാറ്റിൽ ചെയ്തു വന്നു. എന്നിട്ട് നമ്മൾ ഓഗ്മെൻറ്റഡ് മാട്രിക്സ് ഉണ്ടാക്കി. ഓഗ്മെൻറ്റഡ് മാട്രിക്സിൽ നമ്മൾ എന്ത് ചെയ്യണം, എച്ച്ലോൺ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇതുവരെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ നോ സൊല്യൂഷൻ ആവാൻ വേണ്ടിയിട്ട് ലാംഡയ്ക്ക് എന്ത് വാല്യൂ, ലാംഡയ്ക്കും മ്യൂവിന് എന്ത് വാല്യൂ എടുത്താലാണ് ഇവർക്ക് നോ സൊല്യൂഷൻ വരുന്നതെന്നാണ് പറയുന്നത്. നോ സൊല്യൂഷൻ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം, റാങ്ക് ഓഫ് എ നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി പറഞ്ഞു അല്ലേ. അതായത് ഇവരുടെ രണ്ടുപേരുടെ റാങ്ക് ഡിഫറൻ്റ് ആയിരിക്കണം. അപ്പം ഇവരുടെ രണ്ടുപേരുടെ റാങ്ക് ഡിഫറൻ്റ് ആവണമെങ്കിൽ ലാംഡയുടെ വാല്യൂ 6 ആയി മ്യൂവിൻ്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 20 ആയ സാറ്റിസ്ഫൈ ആകത്തില്ലേ. അതായത് ലാംഡയുടെ വാല്യൂ 6 ആയി കഴിഞ്ഞാൽ ഈ വാല്യൂ 0 ആയിട്ട് മാറും. അപ്പോൾ റാങ്ക് ഓഫ് എ എന്തായിട്ട് മാറും, റാങ്ക് ഓഫ് എ 2 ആയി. മ്യൂവിൻ്റെ വാല്യൂ 20 അല്ല, അപ്പോൾ നമുക്ക് 21 ആണെന്ന് വെച്ചോ. 21 മൈനസ് 20 എന്ന് പറയുന്നത് 1. അപ്പം ഇവിടെ ഇവൻ്റെ വാല്യൂ 1 ആയി. അപ്പോൾ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്താണ്, 3. റാങ്ക് ഓഫ് എ ബി 3യും റാങ്ക് ഓഫ് എ 2 ആയി. അപ്പോൾ നമ്മുടെ നോ സൊല്യൂഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ കേസ്. ലാംഡ ഈക്വൽ ടു 6 മ്യൂ നോട്ട് ഈക്വൽ ടു 20 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ നോ സൊല്യൂഷൻ കേസ് സാറ്റിസ്ഫൈ ആവും. അപ്പോൾ നമുക്കത് ഓപ്ഷൻ ബി അത് സാറ്റിസ്ഫൈ ആവും. ലാംഡ ഈക്വൽ ടു 6ഉം മ്യൂ നോട്ട് ഈക്വൽ ടു 20. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കൊരു എ എന്ന് പറഞ്ഞൊരു മാട്രിക്സ് തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നമുക്കൊരു ഐഡൻറ്റിറ്റി മാട്രിക്സ് തന്നിട്ടുണ്ട്, 2x2 ഐഡൻറ്റിറ്റി മാട്രിക്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എ ക്യൂബ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഈ ഒരു ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ഡയറക്റ്റ് കെയ്ലി ഹാമിൽട്ടൺ തിയറം അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു പ്രോബ്ലം ആണെന്ന് ഈ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിൽ എന്താണ് പറയുന്നത്, അതായത് എല്ലാ സ്ക്വയർ മാട്രിക്സും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എന്താണ്, നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എ മൈനസ് ലാംഡ ഈ ഫോർമാറ്റ് ലേക്ക് മെട്രിക്സിനെ മാറ്റുക. എന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക, അതിനെ ഇക്വേറ്റ് 0 ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആ സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ 2x2 മാട്രിക്സിനെ എ മൈനസ് ലാംഡ ഈ ഫോർമാറ്റിലേക്ക് മാറ്റാൻ ഡയറക്റ്റ് ഞാൻ ചെയ്യുകയാണ്. അതായത് -5 മൈനസ് ലാംഡ -3 2 0 മൈനസ് ലാംഡ. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്തു കഴിഞ്ഞാൽ -5 മൈനസ് ലാംഡ -3 2 0 മൈനസ് ലാംഡ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ചെയ്യുക. അപ്പോൾ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് -5 മൈനസ് 5 ലാംഡ മൈനസ് ലാംഡ പ്ലസ് 6 ഈക്വൽ ടു 0. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ പ്ലസ് 5 ലാംഡ പ്ലസ് 6 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനായി. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എന്തിനാണ്, നമ്മൾ ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, കെയ്ലി ഹാമിൽട്ടൺ തിയറം അപ്ലൈ ചെയ്യണം. അപ്പം ലാംഡയ്ക്ക് വരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാട്രിക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം എങ്ങനെ വരും, എ സ്ക്വയർ പ്ലസ് 5a പ്ലസ് 6i ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൽ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, -5 മൈനസ് 6i. ഓക്കെ, അപ്പോൾ എ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്, എ സ്ക്വയറിൻ്റെ കൂടെ എയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ വരും. അപ്പോൾ എന്താണ് -5a സ്ക്വയർ -6a എന്ന് പറഞ്ഞ് വരും അല്ലേ. അപ്പം എ ക്യൂബ് എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, എ സ്ക്വയറിൻ്റെ ഈ ഒരു വാല്യൂ എയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. -5 ഇൻറ്റു -5a -6i -6a 19a പ്ലസ് 30i. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആൻസർ. അപ്പോൾ ഇത് ഓപ്ഷനിലുണ്ടാകും, ചെക്ക് ചെയ്യുക. 19a, അപ്പോൾ ഇതാണ് ആൻസർ. ഓക്കെ, ഫൈൻഡ് ദ മിനിമം ഏഗൻ വാല്യൂ ഓഫ് ദ ഫോളോയിങ് മാട്രിക്സ്. അപ്പോൾ നമുക്ക് 3x3 മാട്രിക്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏഗൻ വാല്യൂസിൽ ഏറ്റവും ചെറിയ ഏഗൻ വാല്യൂ അതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇതൊരു സിമെട്രിക് മാട്രിക്സ് ആണ്. സിമെട്രിക് മാട്രിക്സിൻ്റെ ഏഗൻ വാല്യൂസ് എന്തായാലും റിയൽ ആയിരിക്കും. അങ്ങനെ ഒരു പ്രോപ്പർട്ടി റിസൾട്ട് നമ്മൾ കണ്ടായിരുന്നു. ഇതിനെ ഡയറക്റ്റായിട്ടുള്ളൊരു വേയിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഷുവർ
അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും ഒരു ലാംഡ 1 എന്ന് പറയുന്നത് ഒബ്വിയസ്ലി 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനി 2 ലാംഡാസ് ഇവിടെ ഉണ്ട്. കാരണം വെച്ചാൽ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലുണ്ട്. ഇതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും ബാക്കി 2 ഐഗൻ വാല്യൂസ്. സോ നമ്മൾ മറ്റേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ -b + or - b² - 4ac/2a ഫോർമുല എടുത്താണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ λ2 λ3യും 22ഉം 2 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം ഈ കൂട്ടത്തിൽ λ1 ആണ് ഏറ്റവും ചെറുത്. അപ്പം ഏറ്റവും ചെറിയ ലാംഡ എന്ന് പറയുന്നത് 0 ആണ്. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു വിയേർഡ് ക്വസ്റ്റ്യനാണ്. ഒരു എ എന്ന് പറഞ്ഞൊരു m/n മാട്രിക്സും ബി എന്ന് പറഞ്ഞൊരു n/n മാട്രിക്സും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ im + ab ഈസ് ഈക്വൽ ടു ദ ഡിറ്റർമിനൻറ്റ് ഓഫ് in + ba എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ IK എന്ന് പറഞ്ഞാൽ ഒരു ഐഡൻറ്റിറ്റി മാട്രിക്സ്, k/k ഡയമെൻഷനിലുള്ള ഒരു ഐഡൻറ്റിറ്റി മാട്രിക്സ്. യൂസിങ് ദ എബവ് പ്രോപ്പർട്ടി ഫൈൻഡ് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് ദ മാട്രിക്സ് ഗിവൺ ബിലോ. അപ്പം ഈ തന്നിരിക്കുന്ന ഒരു മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ ഒബ്വിയസ്ലി ഇത് ഡയറക്റ്റ്ലി ഒരു 4/4 മാട്രിക്സ് ആണ്. നിങ്ങൾക്കിത് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് സ്റ്റാൻഡേർഡ് മാട്രിക്സ് ഫോർമാറ്റ് വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. വേറൊരു വഴിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റോ ഓപ്പറേഷൻസ് ചെയ്തിട്ട് കുറച്ചുകൂടെ മിനിമലൈസ്ഡ് ഫോർമാറ്റിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. റോ ഓപ്പറേഷൻ ചെയ്താലും ഡിറ്റർമിനൻറ്റിൽ ചേഞ്ച് ഒന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ഡയറക്റ്റ് വേയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കാരണം ഇതിൽ 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ വരികയാണെങ്കിൽ 2 × 4 - 1 2 - 1 + -2 - 1 × 4 - 1. ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നമ്മൾ ഡയറക്റ്റ് വേയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അതൊന്ന് കറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുറേ ഡിസ്ക്രിപ്ഷൻസൊക്കെ ആക്കിയിട്ട് തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ ഡയറക്റ്റ്ലി വേയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റോ ഓപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടൈം എടുക്കും. നിങ്ങൾ റോ ഓപ്പറേഷൻ ചെയ്ത് ചെറുതായി എടുക്കാൻ വേണ്ടി. എന്നാലും റോ ഓപ്പറേഷൻ ചെയ്താലും നിങ്ങൾക്ക് ഡയമെൻഷൻസിൽ ചേഞ്ച് ഒന്നും വരത്തില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡയറക്റ്റ് ഡിറ്റർമിനൻ്റ് തന്നെ എടുക്കേണ്ടി വരും. ഡിറ്റർമിനൻ്റ് ഫോർമുല തന്നെ എടുക്കേണ്ടി വരും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. സോ ഇതിനകത്ത് നമുക്ക് 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. M ട്രാൻസ്പോസ്, O ട്രാൻസ്പോസ്, M. ഏത് പ്രോപ്പർട്ടിയാണ് എപ്പോഴും ഹോൾഡ് ചെയ്യാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് M ട്രാൻസ്പോസ് O ട്രാൻസ്പോസ് M ആണെന്ന് പറഞ്ഞു. അതായത് A ട്രാൻസ്പോസിൻ്റെ O ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് A ആണ് കിട്ടുന്നത്. C × M ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ C × M ദ ഓൾ ട്രാൻസ്പോസ് ആണ്. അത് എപ്പോഴും ഹോൾഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. M + n ദ ഓൾ ട്രാൻസ്പോസ് M ട്രാൻസ്പോസ് + n ട്രാൻസ്പോസ്. ഓക്കെ, ആ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. പക്ഷേ ലാസ്റ്റ് പ്രോപ്പർട്ടി M × n = n × M, ഈ പ്രോപ്പർട്ടി അതായത് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് എല്ലാം നമ്മൾ പഠിച്ചു. അതായത് A × B ≠ B × A. ഓക്കെ, അപ്പം പക്ഷേ ഇത് എപ്പോഴും ചില കേസുകളിലൊക്കെ ഇത് ഹോൾഡ് ചെയ്യും. അതായത് സപ്പോസ് നമുക്ക് ഒരു 1/1 മാട്രിക്സും വേറൊരു 1/1 മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 2 ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, ഇവിടെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് M × n, അതായത് ഇപ്പം നമ്മൾ 2 ഈ ഒരു മാട്രിക്സ് നമ്മൾ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്കങ്ങനെ ആൻസർ 2 ആയിട്ട് തന്നെ കിട്ടും. ഈ ഒരു കേസിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ കേസിലും ഇത് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ലൈക്ക് 2/2 ഹയർ ഓർഡേഴ്സ് വരുമ്പോഴത്തേക്കും, ഹയർ ഡയമെൻഷൻസ് വരുമ്പോഴത്തേക്കും ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ എന്ന് പറഞ്ഞാൽ 4/4 മാട്രിക്സ് എ സാറ്റിസ്ഫൈസ് ദ ഇക്വേഷൻ A² = I. I എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണ്. ഓക്കെ, ദ പോസിറ്റീവ് ഐഗൻ വാല്യൂ ഓഫ് എ ഈസ്. ഓക്കെ, ഇത് നമ്മുടെ ഡയറക്റ്റ്ലി നമ്മുടെ റിസൾട്ടിൽ നിന്ന് പറയുന്ന റിസൾട്ട് ബേസ് ചെയ്തിട്ടാണ്, പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ടാണ്. അതായത് നമുക്കിപ്പോൾ എ എന്ന് പറഞ്ഞ മാട്രിക്സ് ഉണ്ട്. ആ മാട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ ഉണ്ട്. ആ ഐഗൻ വാല്യൂ ഒരു ഇപ്പോൾ എ ആണെന്ന് വയ്ക്കുക. ആ ഒരു എ എന്ന് പറഞ്ഞ മാട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് എ. അപ്പോൾ A² ഐഗൻ വാല്യൂ എന്തായിരിക്കും? അതായത് നമ്മൾ മാട്രിക്സ് A² എന്ന് പറഞ്ഞ മാട്രിക്സിൻ്റെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും?
ലാംഡ സ്ക്വയർ ചെയ്യുക. അത് പ്രീവിയസ് നമ്മൾ എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ലാംഡയുടെ സ്ക്വയർ എടുത്താൽ മതി, നമുക്ക് എ സ്ക്വയറിൻ്റെ ഈഗൻ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ പ്രോപ്പർട്ടിയും കൂടെ തന്നിട്ടുണ്ട്, എ സ്ക്വയർ ഈക്വൽ ടു ഐ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈഗൻ എന്ന് പറഞ്ഞാൽ ഈഗൻ വാല്യൂ ഓഫ് എ ഈക്വൽ ടു ലാംഡ ആണെങ്കിൽ ഈഗൻ വാല്യൂ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് ലാംഡ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ എ എന്ന് പറയുന്നത് എ സ്ക്വയർ എന്താണ് ഈഗൻ വാല്യൂ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു ഈഗൻ വാല്യൂ ഓഫ് ഐ ആണ്. ഈ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈഗൻ വാല്യൂ ഓഫ് ഐ സ്ക്വയർ ആണ്. അപ്പോൾ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ലാംഡ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് +or-1. അപ്പോൾ പോസിറ്റീവ് ഈഗൻ വാല്യൂ എന്താണ് 1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻസ് കാണത്തില്ല, അതേപോലെ ഇതിന് നെഗറ്റീവും ഇല്ല, മൈനസ് മാർക്കില്ല. സോ എന്താണ് ആൻസർ +1 ആണ്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് ഒരു മിക്സ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് മാക്സിമം വാല്യൂ ഓഫ് എ ഡിറ്റർമിനൻറ്റ് എമംഗ് all 2x2 റിയൽ സിമെട്രിക് മെട്രിക്സ് വിത്ത് ട്രേസ് ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ട്രേസ് 14 ആയിട്ട് വരുന്ന 2x2 മെട്രിക്സിൻ്റെ മാക്സിമം ഡിറ്റർമിനൻ്റ് വാല്യൂ എത്ര ആവാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. മാക്സിമം കണ്ടുപിടിക്കാനും മിനിമം കണ്ടുപിടിക്കാനും നമ്മൾ ബേസിക്കലി കാൽക്കുലസിൻ്റെ ഒരു മെത്തേഡ്. അതായത് നമ്മൾ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ഡിറ്റർമിനൻ്റ് എടുത്തിട്ട് ഈക്വൽ ടു 0 ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അതിൽ നിന്ന് നമ്മൾ ഇൻഫ്ലക്ഷൻ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ആ പോയിൻറ്റ്സിനെ എടുത്ത് നമ്മൾ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, നമുക്ക് നമ്മുടെ മാക്സിമം ആണോ മിനിമം ആണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു മെത്തേഡില്ല. അപ്പം ഞാനിപ്പോൾ നമ്മുടെ എ എന്ന് പറഞ്ഞ മീറ്റേഴ്സ് 2x2 മീറ്റേഴ്സ് അടിക്കണം, അതിൽ എയും ബിയും. ഓക്കെ, ഇപ്പോൾ നമ്മൾ റിയൽ സിമെട്രി മീറ്റേഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ റിയൽ സിമെട്രി മീറ്റേഴ്സ് ആകുമ്പോൾ ഇത് പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിനെ എക്സ് എന്ന് എടുക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എയും എ ട്രാൻസ്പോസും എന്താണ് ഇവിടെ സെയിം ആണ്, എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണ് അല്ലേ. അപ്പോൾ എന്താണ് റിയൽ സിമെട്രിക് മീറ്റേഴ്സ്. അതേപോലെ ഇതിൻ്റെ ഈഗൻ വാല്യൂസ് എന്തായിരിക്കും, റിയൽ സിമെട്രിക് മീറ്റേഴ്സ് ആയതുകൊണ്ട് എന്താണ് റിയൽ ആയിരിക്കും, ഈഗൻ വാല്യൂസും റിയൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എ പ്ലസ് ബി എന്താണ് തന്നിട്ടുള്ളത് 14 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എത്ര മാക്സിമം എത്ര ആവുമെന്നാണ് ചോദിക്കുക. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ ബി മൈനസ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ മാക്സിമം ആവണം എപ്പോഴായിരിക്കും, എക്സിൻ്റെ വാല്യൂ ഏറ്റവും മിനിമം ആകുമ്പോഴല്ലേ ഇതിന് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം എക്സിൻ്റെ വാല്യൂ എത്രയാണ് ചെറുതാകാൻ പറ്റുമോ അതായിരിക്കും നമ്മൾ അങ്ങനെ ആയിരിക്കും എയുടെ വാല്യൂ മാക്സിമം ആകാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ് ആണ് നമ്മുടെ ഇവിടുത്തെ എന്താണ് വേരിയബിൾ. അപ്പം എക്സിൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെ ബേസാക്കി ഡെറിവേറ്റീവ് എടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാക്സിമം മിനിമം എക്സിനെ ബേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഡെറിവേറ്റീവ് ഓഫ് dx ഓഫ് ഡിറ്റർമിനൻ്റ് അപ്പോൾ എന്താ -2x. എ ബി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എന്താണ് 0. അപ്പോൾ -2x = 0, എക്സിൻ്റെ വാല്യൂ 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ് മാക്സിമയോ മിനിമയോ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അതേപോലെ നമുക്ക് എ പ്ലസ് ബി ഈക്വൽ ടു 14 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. എ പ്ലസ് ബി 14 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ഇതിപ്പോൾ എന്തായി, ഒരു ഡയഗണൽ എലമെൻ്റായി, ഡയഗണൽ മീറ്റേഴ്സ് ആയി. അപ്പോൾ ഡയഗണൽ മീറ്റേഴ്സിൻ്റെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് തന്നെയാണ്. ഡയഗണൽ മീറ്റേഴ്സിൻ്റെ ഈഗൻ വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഈ λ1 + λ2 എന്ന് പറയുന്നതായിരിക്കും ഇവിടെ എന്താണ് 14. ഓക്കെ, അപ്പം ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറയുന്നത് λ1 × λ2 ആണല്ലോ. ഓക്കെ, അപ്പോൾ അപ്പോൾ നമുക്ക് ഈ ഒരു കേസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി, അതായത് λ1 λ2 ഒരിക്കലും ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും നെഗറ്റീവ് വരാൻ പോകുന്നില്ല. ഇനി നമ്മൾ സിമ്പിളി ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൻ്റെ ഈഗൻ വാല്യൂസ് എന്താണ്, റിയൽ ആയിരിക്കും. എല്ലാ വാല്യൂസും റിയൽ ആയിരിക്കും. ഓക്കെ, ഈഗൻ വാല്യൂസ് റിയൽ. അപ്പം നമ്മൾ കേസ് ബേസിക്കലി 2 × 7 എന്ന് പറയുന്നത് 14 ആണ്. ഓക്കെ, 2 × 7 14. അതേപോലെ 2 + 7 എന്ന് പറയുന്നത് എന്താണ് 9. അത് ഈ കേസ് സാറ്റിസ്ഫൈ ആയില്ല. ഇനി 7 + 7 എടുത്തു കഴിഞ്ഞാൽ അത് 14 ആണ്.
ഓക്കെ. അതേപോലെ 7 × 7 എന്ന് പറയുന്നത് 49 ആണ്. വേറെ നിങ്ങൾക്ക് ഇപ്പം 14ൻ്റെ ഏത് ഫാക്ടർ എടുത്തു കഴിഞ്ഞാലും, അതായത് സമ്മേഷൻ എങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാലും 7 അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും 49-നേക്കാളും ഗ്രേറ്റർ വരത്തില്ല. ഓക്കെ, 49-നേക്കാളും ഗ്രേറ്റർ വരും. അപ്പം നമ്മുടെ ബേസിക്കലി നമ്മൾ ആൻസർ എന്ന് പറയുന്നത് 7, അതായത് എയും ബിയും ഈക്വൽ ആയിരിക്കണം. ഈ ഒരു നമ്മൾ ഈ ഡെറിവേറ്റീവ് എടുത്ത് x=0 എന്ന് പറഞ്ഞ കേസ് എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എയും ബിയും എയുടെയും ബിയുടെയും അതായത് പ്രോഡക്റ്റ് മാക്സിമം ആണെങ്കിൽ അവരുടെ തമ്മിലുള്ള വാല്യൂ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആയാൽ മാത്രമേ അവർക്ക് മാക്സിമം അവരുടെ പ്രോഡക്റ്റ് മാക്സിമം ആവത്തുള്ളൂ. ഡിറ്റർമിനൻറ്റ് ഓഫ് എ മാക്സിമം 2/2 മാക്സിമം ഈക്വൽ ടു എന്താണ്? 49 ആണ് ആൻസർ. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ പഠിച്ച റിസൾട്ട്സ് എന്നുള്ളതാണ്. അത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഫോർ എ സ്ക്വയർ മെട്രിക്സ് എ. അതായത് ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ വായിച്ചു നോക്കാം. ഇഫ് എ ഈസ് എൻ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ദെൻ ദ ഈഗൻ വാല്യൂസ് ഓഫ് എ ആർ ഡയഗണൽ എലമെൻറ്റ്സ് ഓഫ് ഇറ്റ്. ഓക്കെ, കറക്റ്റാണ്, അത് കറക്റ്റാണ്. അതായത് അപ്പർ ട്രയാങ്കുലറാണോ ലോവർ ട്രയാങ്കുലറാണോ ഡയഗണൽ ആണോ എങ്കിൽ നമ്മുടെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഡയഗണൽ എലമെൻറ്റ്സ് ആയിരിക്കും. അടുത്ത സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എ ഈസ് റിയൽ സിമെട്രിക് ദ ഈഗൻ വാല്യൂസ് ഓഫ് എ ആർ ആൾവേസ് റിയൽ ആൻഡ് പോസിറ്റീവ്. അപ്പോൾ റിയൽ സിമെട്രിക് ആണെങ്കിൽ സിമെട്രിക് മാട്രിക്സിൻ്റെ ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ സിമെട്രിക് മാട്രിക്സ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഈഗൻ വാല്യൂസ് എന്ന് പറയുന്നത് റിയൽ മാത്രമാണ്. ഓക്കെ, അത് പോസിറ്റീവ് മാത്രമല്ല, അത് നെഗറ്റീവും വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് തെറ്റ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് പി സച്ച് ദാറ്റ് വെക്റ്റർ 1 2 3 ഈസ് ആൻ ഈഗൻ വെക്റ്റർ ഓഫ് ദ മാട്രിക്സ്. ഒരു 3/3 മാട്രിക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇത് ബേസിക്കലി ഡയറക്റ്റാണ്. അതായത് നമ്മൾ ഈ ഒരു മാട്രിക്സിൻ്റെ, അതായത് 3/3 മാട്രിക്സിൻ്റെ പി എന്ന് പറഞ്ഞ അൺനോണിൻ്റെ വാല്യൂ എത്രയാണെങ്കിൽ ഈ 1 2 3 എന്ന് പറഞ്ഞ വെക്റ്റർ ഇതിൻ്റെ ഒരു ഈഗൻ വെക്റ്ററായിട്ട് മാറും. AX = λx ഫോർമാറ്റിലാക്കിയാൽ മതി. ഓക്കെ, AX = B ഫോർമാറ്റ് എന്താണ്? നമ്മൾ എത്ര സൊല്യൂഷൻ, എന്ത് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ആക്കി ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ AX = λx കൺസെപ്റ്റ് ഉപയോഗിക്കുക. അതായത് 4 1 ഇവിടെ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ തന്നെ എടുത്ത് ചെയ്യണം. അപ്പോൾ ഇത് 3/3 മാട്രിക്സ് 3/1 മാട്രിക്സ് നമുക്ക് 3/3 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് 3/1 മാട്രിക്സ് തന്നെ കിട്ടും. അപ്പോൾ ബേസിക്കലി ഇനി നമ്മൾ ഈ ഒരു ലെവലിലേക്ക് ഈ ഒരു സ്റ്റെപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി എല്ലാം ഡയറക്റ്റാണ്. അതായത് ലാംഡയ്ക്ക് ഏത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വെക്ടറിനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, ഈ ഒരു വെക്ടറിനെ ഈ ഒരു ഫോർമാറ്റിലേക്ക്. അപ്പോൾ ലാംഡയുടെ വാല്യൂ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം 12ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ലാംഡയ്ക്ക് 12 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും? 12 × 1 12, 12 × 2 24, 12 × 3 36. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്കെല്ലാം മാച്ച് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് വാല്യൂസ് മാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ P+7 എന്ന് പറയുന്നത് എന്താണ്? 24 ആയിട്ട് വന്നു അല്ലേ? P+7 24. അപ്പോൾ P എന്ന് പറയുന്നത് എന്താണ്? 17. ഓക്കെ, ഇത് അത്രേ ഉള്ളൂ. P എന്ന് പറഞ്ഞാൽ 17. ദ വാല്യൂ ഫോർ എക്സ് ഫോർ വിച്ച് ആൾ ദ ഈഗൻ വാല്യൂസ് ഓഫ് ദ മാട്രിക്സ് ഗിവൺ ബിലോ ആർ റിയൽ ഈസ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഈ 3/3 മാട്രിക്സിൻ്റെ ഈഗൻ വാല്യൂസ് എല്ലാം റിയൽ ആവാൻ വേണ്ടിയിട്ട് എക്സിൻ്റെ വാല്യൂ എത്ര ആവണം എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു മാട്രിക്സ്, അതായത് ഇതിപ്പോൾ ഒരു കോംപ്ലക്സ് മാട്രിക്സ് ആണല്ലേ, കോംപ്ലക്സ് മാട്രിക്സ്. അപ്പം നമ്മൾ സാധാരണ റിയൽ മാട്രിക്സ് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അതിൻ്റെ ഈഗൻ വാല്യൂസ് റിയൽ ആവാൻ വേണ്ടി അത് എന്ത് ടൈപ്പ് മാട്രിക്സ് ആണെന്ന് നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിരുന്നു, റിസൾട്ട് പഠിച്ചിരുന്നു. അതായത് ഇപ്പോൾ ഈഗൻ വാല്യൂസ് ഓഫ് എ റിയൽ സിമെട്രിക് മാട്രിക്സ് ഈസ് ആൾവേസ് റിയൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, റിയൽ സിമെട്രിക് മാട്രിക്സ് റിയൽ ആണ്. പക്ഷേ അതേപോലെ നമ്മൾ കോഞ്ചുഗേറ്റ് മാട്രിക്സുകൾക്കും ഉണ്ട്. അതായത് ഹെർമീഷ്യൻ മാട്രിക്സുകൾ. അതായത് എ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് ഈ സെയിം ആസ് എ. ഓക്കെ,
അതായത് കോഞ്ചുഗേറ്റ്, ഇപ്പോൾ നമുക്കൊരു കോംപ്ലക്സ് മെട്രിക്സ് ഉണ്ട്, അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുത്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒറിജിനൽ കോംപ്ലക്സ് മെട്രിക്സ് തന്നെ കിട്ടുന്നത് അത് ഹെർമിഷ്യൻ മെട്രിക്സ് ആണ്. അതിനും ഈ സെയിം കേസ് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അതായത് അവർക്കും ഈഗൻ വാല്യൂസ് അങ്ങനെ വരും, റിയൽ ആയിട്ടേ വരത്തുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ എ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് ഈ സെയിം ആസ് എ. ചിലരിങ്ങനെ എഴുതി എ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് എ ഈക്വൽ ടു എ എന്ന് ഇങ്ങനെ എഴുതും. ഓക്കെ, നിങ്ങൾ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ ആ മെട്രിക്സിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുക. ഓക്കെ, കോഞ്ചുഗേറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ ട്രാൻസ്പോസ് അപ്ലൈ ചെയ്യുക. അങ്ങനെയാണോ ചെയ്യുക, അല്ലാതെ ആദ്യമേ ട്രാൻസ്പോസ് എടുത്ത് വെച്ചിട്ട് കോഞ്ചുഗേറ്റ് ഇടരുത്. ഓക്കെ, അത് ചില കേസുകളിൽ അത് ശരിയായിട്ട് വരാം. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ ചെയ്ത് പഠിച്ച രീതിയിൽ തന്നെ ആൻസറുകൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് എടുത്ത് നമുക്കിങ്ങനെ ഒരു ആൻസർ വാല്യൂ കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ വാല്യൂ കമ്പയർ ചെയ്യുക. അതായത് എ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണ് എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ഈ ഒരു മെട്രിക്സിൻ്റെ ഈഗൻ വാല്യൂസ് റിയൽ ആകത്തുള്ളൂ. അപ്പോൾ നമ്മൾ എ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസ് എയും കമ്പയർ ചെയ്യുമ്പോൾ 5 - j ആണ് എന്താണ് എക്സ് ആയിട്ട് വരുന്നത്. 5 - j ആണ് നിങ്ങളുടെ ആൻസർ.